വിശ്വാസികളെയും സഞ്ചാരികളെയും ഒരുപോലെ വരവേൽക്കുന്ന വിയറ്റ്നാമിലെ ഏറ്റവും വലിയ പഗോഡ സമുച്ചയം. ചെടികളും മരങ്ങളും പൂക്കളുമൊക്കെ നിറഞ്ഞ മനോഹരമായ കോമ്പൗണ്ട്. താമര രൂപത്തിൽ മരത്തടിയിൽ പണിതുയർത്തിയിരിക്കുന്ന മണിഗോപുരം. 500ഓളം വരുന്ന അർഹത് പ്രതിമകളും ബുദ്ധ പ്രതിമകളും നിറഞ്ഞ നീളൻ വരാന്ത. സ്വർണ്ണ നിറമണിഞ്ഞ വിയറ്റ്നാമിലെ ഏറ്റവും വലിയ വെങ്കല ബുദ്ധ പ്രതിമയും ഭംഗിയാർന്ന അവലോകിതേശ്വര പ്രതിമയും. കാണാം വിയറ്റ്നാമിലെ ബായ് ദിൻ പഗോഡയിലെ ശാന്തസുന്ദരമായ കാഴ്ചകൾ. വിയറ്റ്നാമിലെ ഏറ്റവും വലിയ പഗോഡയായ ബായ് ദിൻ പഗോഡ കാണാനുള്ള യാത്രയിലാണ്. വടക്കൻ വിയറ്റ്നാമിലെ നഗരമായ നിൻ ബിൻ എന്ന സ്ഥലത്താണ് ഈ പഗോഡ സ്ഥിതി ചെയ്യുന്നത്. ടിക്കറ്റൊക്കെ എടുത്ത് പഗോഡയ്ക്കുള്ളിലേക്കുള്ള വഴിയിലൂടെ ഗൈഡിന് പുറകിലായി ഞാൻ നടക്കുകയാണ്. അങ്ങനെ നടന്ന് നിരവധി ബഗ്ഗികൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരിടത്തേക്കെത്തി. പഗോഡയിലേക്ക് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ആളുകളെ കൊണ്ടുപോകുന്ന ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇവയെല്ലാം. ഞാനും അതിലൊന്നിലേക്ക് കയറി. പന്ത്രണ്ട് പേർക്ക് വരെ കയറാൻ സാധിക്കുന്ന ഒരു വാഹനമാണിത്. വളരെ വിശാലമായി കിടക്കുന്ന പാർക്കിംഗ് ഏരിയയും റോഡുമാണ്. ചെറിയ വെയിലോടുകൂടിയ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ. ബഗ്ഗി ഞങ്ങളെയും കൊണ്ട് പഗോഡ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബായ് ദിൻ പർവ്വതത്തോട് ചേർന്ന് നിലകൊള്ളുന്ന ആരാധനാലയങ്ങളുടെ ഒരു സമുച്ചയമാണ് ബായ് ദിൻ പഗോഡ. നിരവധി റെക്കോർഡുകൾക്ക് പേരുകേട്ട ഒന്നുകൂടിയാണ് ഈ ആരാധനാ കേന്ദ്രം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്വർണം പൂശിയ വെങ്കല ബുദ്ധ പ്രതിമയുള്ള പഗോഡ, വിയറ്റ്നാമിലെ ഏറ്റവും വിസ്തീർണമുള്ള പഗോഡ, ഏറ്റവും കൂടുതൽ അർഹത് പ്രതിമകളുള്ള പഗോഡ, അങ്ങനെ പോകുന്നു ബായ് ദിൻ പഗോഡയുടെ റെക്കോർഡുകൾ. അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം പുഴയോട് ചേർന്ന വലിയ ഒരു ഗ്രൗണ്ടിൽ ബഗ്ഗി നിർത്തി. വണ്ടിയിൽ നിന്നിറങ്ങി മുന്നോട്ട് നടക്കുകയാണ്. ഇന്ന് ധാരാളം സഞ്ചാരികൾ പഗോഡ കാണാനായി എത്തിയിട്ടുണ്ട്. ആദ്യത്തെ ഗേറ്റ് കടന്ന് മുന്നോട്ട് നടന്നു. വഴികളിലൊക്കെ കല്ലുകൾ പാകി സൈഡിൽ ചെടികളും മരങ്ങളുമൊക്കെ വെച്ചുപിടിപ്പിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. വീണ്ടും നടന്ന് മറ്റൊരു വലിയ കവാടത്തിന് മുന്നിലെത്തി. വലിയ കൽപ്രതിമകളും സ്റ്റെപ്പുകളുമൊക്കെ ആയിട്ടുള്ള ഒരു കവാടമാണിത്. തൊട്ടു മുന്നിലായി നാരങ്ങ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടി നിൽക്കുന്നുണ്ട്. കങ്ക്വാട്ട് എന്നാണ് ഇതിൻ്റെ പേര്. അധികം ഉയരം വയ്ക്കാത്ത ഇത്തരം ചെടികൾ ഏഷ്യൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ചൈനയിൽ വ്യാപകമായി കണ്ടുവരുന്നു. ആ കാണുന്ന കവാടത്തിലൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. കവാടത്തിന് ഒരു വശത്തായി ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങളുടെ പതാകകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നടന്നു ക്ഷീണിച്ച ചില സഞ്ചാരികളൊക്കെ ഇവിടെ വിശ്രമത്തിലാണ്. ഞങ്ങളുടെ ഗൈഡ് ഈ പഗോഡ സമുച്ചയത്തെക്കുറിച്ച് വിശദീകരിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയുമൊക്കെയാണ് ഇവിടെ. അവിടെ നിന്നും അകത്തേക്ക് കയറി. മരപ്പണികളാൽ മനോഹരമായി ഒരുക്കിയിരിക്കുന്ന അകത്തളമാണ്. അകത്തേക്ക് കയറുന്ന ഭാഗത്ത് തന്നെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നീണ്ടുകിടക്കുന്ന വഴിയിലൂടെ നടക്കുകയാണ്. ബുദ്ധമത വിശ്വാസികളുടെ ഒരു ആരാധനാ കേന്ദ്രമാണ് പഗോഡ. വിയറ്റ്നാമിൻ്റെ പാരമ്പര്യത്തിൽ വളരെ വലിയ സ്ഥാനം ഇന്നാട്ടിലെ പഗോഡകൾക്കുണ്ട്. പരമ്പരാഗത കിഴക്കനേഷ്യൻ വാസ്തുവിദ്യയാണ് പഗോഡകളുടെ പ്രധാന ആകർഷണം. വലിയ മേൽക്കൂരകളും മരപ്പണികളും അലങ്കാരങ്ങളും വിവിധ നിറങ്ങളുമെല്ലാം പഗോഡകളെ ആകർഷകമായ ഒരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റുന്നു. നടക്കുന്ന വഴിയിൽ ഒരു വശത്തായി ചെടികളും മരങ്ങളുമൊക്കെ ആയി പച്ചപ്പ് നിറഞ്ഞ ഒരു ഏരിയ കാണാം. വിശാലമായി കിടക്കുന്ന ഈ സ്ഥലമൊക്കെ പഗോഡയുടെ ഭാഗമാണ്. കുറച്ചു ദൂരം നടന്നപ്പോൾ ഉൾവശം മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഒരിടത്തേക്കെത്തി. ചുമരുകളിലെല്ലാം ബുദ്ധ പ്രതിമകളാണ്.
അവയ്ക്ക് തൊട്ടുമുന്നിൽ നിരയായി മറ്റു കൽപ്രതിമകളും കാണാം. അർഹത് പ്രതിമകളാണ് ഈ കാണുന്നതെല്ലാം. ബുദ്ധിസത്തിൽ ആത്മീയ പ്രബുദ്ധത കൈവരിച്ചവരാണ് അർഹത് എന്നറിയപ്പെടുന്നത്. അതായത് ബുദ്ധിസത്തിന്റെ യഥാർത്ഥ കാഴ്ചപ്പാടും അർത്ഥവും ഉൾക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവർ എന്നർത്ഥം. ഇതുപോലെ 500ഓളം അർഹത് പ്രതിമകൾ ഈ ബുദ്ധിസ്റ്റ് കോംപ്ലക്സിലുണ്ട്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നടന്നു. ഈ കാണുന്നത് ഇവിടുത്തെ ബെൽ ടവർ ആണ്. താമരയുടെ രൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ നിർമ്മിതിയുടെ ഉയരം 22 മീറ്ററാണ്. ബെൽ ടവറിൻ്റെ സ്റ്റെപ്പുകളിലൂടെ മുകളിലേക്ക് കയറി. മരം കൊണ്ടാണ് ഈ ടവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നടുവിലായി ഒരു വലിയ മണി തൂക്കിയിരിക്കുന്നു. വിയറ്റ്നാമിലെ തന്നെ വെങ്കലം കൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ മണിയാണിത്. നല്ല കട്ടിയുള്ള ഒരു ചങ്ങലയിലാണ് ബെൽ തൂക്കിയിരിക്കുന്നത്. കുറച്ച് വിയറ്റ്നാമീസ് നോട്ടുകളൊക്കെ ബെല്ലിന് താഴെയായി കിടക്കുന്നുണ്ട്. കണ്ടിട്ട് ഇവിടെ കാണിക്കയായി സമർപ്പിച്ചതാണെന്ന് തോന്നുന്നു. കുറച്ചു നേരം ബെൽ ടവറിലെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നിന്നു. ടവറിൽ നിന്നും ഇറങ്ങി ഗൈഡിന് പുറകെ നടക്കുകയാണ്. ഇപ്പോൾ പോകുന്നത് ലേഡി ബുദ്ധയുടെ പഗോഡ സന്ദർശിക്കാനാണ്. അതുകൂടി കഴിഞ്ഞു വേണം പ്രധാന പഗോഡയിലേക്ക് പോകാൻ. അങ്ങനെ നടന്ന് പഗോഡയ്ക്ക് മുന്നിലുള്ള മരത്തിനു മുന്നിലേക്കെത്തി. നമ്മുടെ നാട്ടിലെ ആൽമരം പോലൊരു മരമാണിത്. ആൽമരത്തിലെ വേരുകൾ പോലെ താഴേക്ക് നീണ്ടു കിടക്കുന്ന വേരുകളും അതുപോലെ നല്ല തണലുമാണ് ഈ മരത്തിന്. ഇവിടെ ചില പ്ലാസ്റ്റിക് പൈപ്പുകൾ കാണാം. ഇത് മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന വേരുകൾ ആളുകൾ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി വച്ചിരിക്കുന്നതാണ്. മരത്തിലെ വേരുകൾ ഈ പൈപ്പിലൂടെ താഴേക്കിറങ്ങി നിലത്തുമുട്ടി കൂടുതൽ ബലപ്പെടുന്നു. വിയറ്റ്നാമീസ് വാസ്തുവിദ്യയിൽ പണിതുയർത്തിയിരിക്കുന്ന ഇത്തരം നിർമ്മിതികൾ ഇങ്ങനെ തൊട്ടു മുന്നിൽ നിന്ന് നോക്കിക്കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ പഗോഡകളുടെ എല്ലാം മേൽക്കൂരയിൽ ഡ്രാഗൺ രൂപത്തിലുള്ള കൊത്തുപണികളൊക്കെ കാണാം. പഗോഡ പരിസരത്തെ കാഴ്ചകളൊക്കെ കണ്ട് ടൈലുകൾ പാകിയ വിശാലമായ ആ വഴിയിലൂടെ പഗോഡയിലേക്ക് നടന്നു. പഗോഡയ്ക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ചുവപ്പും ഗോൾഡും നിറങ്ങളാണ് നമ്മുടെ കണ്ണിലേക്കെത്തുക. വലിയ മരത്തൂണുകളും മരം കൊണ്ട് ഉണ്ടാക്കിയ വലിയ മേൽക്കുരയുമാണ് ഈ നിർമ്മിതിയുടെ പ്രത്യേകത. ബുദ്ധപ്രതിമയ്ക്ക് മുന്നിൽ ചിലർ പ്രാർത്ഥനയിലാണ്. ബ്രോൺസ് കൊണ്ട് നിർമ്മിച്ച വലിയ അവലോകിതേശ്വര പ്രതിമയാണ് പഗോഡയ്ക്ക് നടുവിലായുള്ളത്. ഇത് ലേഡി ബുദ്ധ പ്രതിമ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. പ്രതിമയ്ക്ക് മുന്നിൽ പഴങ്ങളും പൂക്കളും ചിലതരം വിയറ്റ്നാമീസ് പാത്രങ്ങളും പ്രതിമകളുമുണ്ട്. പ്രധാന ബുദ്ധപ്രതിമയ്ക്ക് തൊട്ടടുത്തായി ബുദ്ധമത വിശ്വാസികൾ ആരാധിക്കുന്ന മറ്റൊരു പ്രതിമ കൂടിയുണ്ട്. അതിനു മുന്നിലായി അലങ്കാര വസ്തുക്കളൊക്കെ വെച്ചിട്ടുള്ള ഒരു മേശയൊക്കെ കാണാം. കുറച്ചുനേരം ആ കാഴ്ചകളൊക്കെ കണ്ടുനിന്നു. ഇനി പോകുന്നത് ഈ ആരാധനാ സമുച്ചയത്തിലെ പ്രധാന പഗോഡയിലേക്കാണ്. നേരത്തെ ഇങ്ങോട്ട് വന്ന വഴിയിലൂടെ തന്നെയാണ് പ്രധാന പഗോഡയിലേക്ക് പോകുന്നത്. നടക്കുന്ന വഴിയിലെല്ലാം വളരെ മനോഹരമായാണ് ചെടികളും മരങ്ങളുമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ ഇടയ്ക്കെല്ലാം ഇതുപോലുള്ള ഫ്ലാഗുകളും കാണാം. വഴിക്ക് ഒരു വശത്തായി വലിയൊരു കുളമുണ്ട്. കുളത്തിലേക്ക് ഇറങ്ങുന്ന പടവുകൾക്ക് അടുത്തായി തന്നെ മരങ്ങൾക്ക് താഴെ ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പഗോഡയ്ക്ക് മുന്നിൽ സഞ്ചാരികളുമായി വന്ന ബഗ്ഗികൾ നിരന്നു കിടക്കുന്നു. വളരെ വിശാലമായ മുറ്റമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വന്നാലും വലിയ തിരക്കൊന്നും നമുക്കിവിടെ അനുഭവപ്പെടില്ല. 1136 ബായ്ദിൻ പഗോഡ സ്ഥാപിതമായത്. പിന്നീട് മറ്റു പല ചെറിയ പഗോഡകളും പ്രതിമകളും നിർമ്മിക്കപ്പെടുകയും ഇവിടം വലിയൊരു ആരാധനാ കേന്ദ്രമായി വളരുകയും ചെയ്തു.
2010 550 ഹെക്ടർ സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന പഗോഡയടക്കമുള്ള പ്രധാന ഭാഗങ്ങളുടെയെല്ലാം പണി പൂർത്തിയായത്. ചൈനീസ് വാസ്തുവിദ്യ ഇടകലർത്തിയ വിയറ്റ്നാമീസ് നിർമ്മാണ രീതിയിലാണ് ഇവിടുത്തെ കെട്ടിടങ്ങൾ മുഴുവൻ പണി കഴിപ്പിച്ചിട്ടുള്ളത്. മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ പഗോഡകളുടെയെല്ലാം നിർമ്മാണത്തിൽ വിയറ്റ്നാമിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കൊത്തുപണിക്കാർ പങ്കാളികളായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ തുളസിത്തറ പോലെ തോന്നിക്കുന്ന ഒരു തറ ഇവിടെയുമുണ്ട്. അതിൽ സദാസമയം സാമ്പ്രാണി ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ പഗോഡ ലക്ഷ്യമാക്കി നടന്നു. വാതിലുകൾക്ക് തൊട്ടു മുന്നിലായി ഒരു കങ്ക്വാട്ട് ചെടി നിൽക്കുന്നു. ഞാൻ ചെരുപ്പുകൾ പുറത്തഴിച്ചുവെച്ച് ഉള്ളിലേക്ക് കയറി. ഇതാണ് ഇവിടുത്തെ പ്രധാന ആരാധനാലയം. വലിയ ബുദ്ധപ്രതിമയും മറ്റു പ്രതിമകളും സ്വർണ്ണ നിറമണിഞ്ഞ അലങ്കാരങ്ങളുമൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. ഷാക്യാമുനി ടെമ്പിൾ എന്നും ഈ പഗോഡ അറിയപ്പെടുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്വർണം പൂശിയ വെങ്കല ബുദ്ധ പ്രതിമയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. പ്രതിമയ്ക്ക് മുന്നിൽ നിറയെ പൂക്കളും പഴങ്ങളുമൊക്കെ കാണാം. 10 മീറ്റർ ഉയരവും 100 ടൺ ഭാരവുമുണ്ട് ഈ പ്രതിമയ്ക്ക്. 8 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള പഗോഡയ്ക്ക് ഉള്ളിൽ വലിയ ബുദ്ധപ്രതിമയും മറ്റു പ്രതിമകളും അലങ്കാരപ്പണികളുമൊക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. മരത്തിൻ്റെ വലിയ വാതിലുകളും ചുമരിൽ നിറയെ ബുദ്ധപ്രതിമകളുമൊക്കെയായി ഒരു പ്രത്യേക ഫീലുണ്ട് ഇതിൻ്റെ ഉൾവശം. ഈ പഗോഡയ്ക്ക് ഉൾവശത്തും വലിയൊരു മണി സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പഗോഡകളുടെയെല്ലാം ഉൾവശം വളരെ ഭംഗിയായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. സഞ്ചാരികളെയും വിശ്വാസികളെയും ഒക്കെ ഒരുപോലെ ആകർഷിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ മുഴുവൻ. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് പഗോഡയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വിയറ്റ്നാം വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.